ശ്രീ ശിവശങ്കർ. ഇപ്പോൾ നമ്മൾ ഈ ആന്റോ ആന്റണിയുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. നേരത്തെ നോക്കൂ, ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ മോദിജി വിളിച്ച ഒരു വിരുന്നിൽ പങ്കെടുക്കുകയാണ്, രാത്രി ഭക്ഷണത്തിന് പോയി പങ്കെടുക്കുകയാണ്. അതിനെതിരെ എത്ര വലിയ വിമർശനമാണ് ഇരു മുന്നണികളിൽ നിന്നും ഉയർന്നത്, സ്വന്തം പാർട്ടിയിൽ നിന്നും ഉയർന്നത് NK പ്രേമചന്ദ്രനെതിരെ. ഇപ്പോൾ ആന്റോ ആന്റണി ഇത്തരത്തിൽ SDPIയുടെ ലഡു വാങ്ങി കഴിക്കുമ്പോൾ അത് റീലാക്കി സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല, വിമർശനമില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിലിമ, ഞാൻ നിലിമയുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ കോ പാനലിസ്റ്റ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് പറഞ്ഞ ഈ 2047 ഭീകരത, സത്യത്തിൽ ഞാനടക്കമുള്ള ആളുകൾ അത് വായിച്ചിരുന്നില്ല. പലപ്പോഴായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ജന്മഭൂമിയിലും ജനത്തിലും പോലെ വന്നിരുന്ന ഡേറ്റ മാത്രമേ ഞാനും വായിച്ചിട്ടുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ വായിച്ച് പഠിക്കുവാനും അത് എങ്ങനെയാണ് ജനങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്, രാജ്യത്തിനെ തന്നെ എങ്ങനെയാണ് അപകടകരമായ വിധം അത് ഭാവിയിൽ അത് സ്വാധീനിക്കാനും അല്ലെങ്കിൽ ഗതികേടിലേക്ക് ആക്കുവാനും പോകുന്നത് എന്ന കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും പഠിക്കുകയും അതിനെക്കുറിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം എന്ന് ഞാൻ വാക്കുവരുന്നു. കാരണം അതിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞത് തന്നെ ആ 2047 ഡാറ്റയാണ് ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ ഉണ്ടാക്കുവാനായിട്ട് PFI ഒക്കെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം വളരെ ചെറിയ കാര്യങ്ങൾ വരെ എങ്ങനെ ആക്രമിക്കപ്പെടണം, എങ്ങനെ അവരുടെ വീടുകളും ഓഫീസുകളും കണ്ടെത്തണം, അതിനിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ജുഡീഷ്യറിയും അവരുടെ പോലീസ് സംവിധാനവും എല്ലാം അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് അതിനു വേണ്ടിയിട്ട് വലിയ അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല. സർക്കാർ തന്നെ സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ നമ്മളുടെ ടാക്സിന്റെ ചെലവിൽ അത് എത്തിച്ച് അവരുടെ കയ്യിൽ കൊടുക്കുന്നു എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭീതിയോടെ മാത്രമേ, വളരെ ഭീതിയോടെ മാത്രമേ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റിനെ കുറിച്ചും അവരുടെ ഭാവി പ്രവർത്തനത്തിന്റെ രൂപരേഖകളെ കുറിച്ചും വായിക്കുന്ന ആർക്കും മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നീലിമ പറഞ്ഞ കാര്യത്തിൽ കിടക്കുന്നു. ആന്റോ ആന്റണി ഒരു ചെറിയ മീനല്ല. ആന്റോന്റെ ഈ ഇന്നത്തെ ലഡു വിതരണവും അതിന്റെ റീലും എനിക്കതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. കാരണം ആന്റോയുടെ ചരിത്രം മനസ്സിലായാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ആന്റോ ആന്റണിക്കും SDPയുമായിട്ടുള്ള ബന്ധം വളരെ വർഷങ്ങളായി തുടങ്ങിയതാണ്. അത് നമുക്കറിയാം. ഈരാറ്റുപേട്ടയിലെ ഫാദർ ജോസഫ് ആറ്റുചാലിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ അവിടെ ആ പള്ളിയിൽ വെച്ചിട്ട് സെന്റ് മേരീസ് ഫൊറോന ചർച്ചിൽ വെച്ചിട്ട് വലിയ രീതിയിൽ ഏതാണ്ട് 3-4 കാറുകളും 50ഓളം ബൈക്കുകളും വന്ന് അവിടെ കാണിച്ച പേക്കൂത്തുകളും അതിനെ അദ്ദേഹം എതിർത്തപ്പോൾ ഇടിച്ചു കൊല്ലുവാൻ ശ്രമിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരൊറ്റ തവണ പോലും അവിടുത്തെ MP ആന്റോ ആന്റണി അവിടെ സന്ദർശിക്കുകയോ അതിനെതിരായി ശക്തമായി വാക്കുകൾ പറയുകയോ ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ അത്തരത്തിൽ അതൊരു പ്രകടനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ 100-1 ഒരു RSSO BJPയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കാവ്യ മുണ്ടെടുത്താരെങ്കിലുമാണ് ആ സൈഡിൽ കൂടെ പോയി ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ കേരളത്തിലെ ഒരു നൂലാമാലകൾ? ഏതെങ്കിലും രാജ്യത്ത് സംസ്ഥാനത്ത് എത്തരത്തിലുള്ള പ്രവർത്തനം നടന്നാൽ കേരളത്തിൽ നിരന്തരം പ്രകടനം നടക്കുകയും CPM-ഉം കോൺഗ്രസും നിരന്തരം അത് ചാനലുകളിൽ ഉന്നയിക്കുകയും ചെയ്യും. പക്ഷെ ഈ സംഭവം നടന്നപ്പോൾ അവിടെ അതിനുശേഷം സംസ്ഥാന വ്യാപകമായി പള്ളിയിലൊക്കെ വലിയ പ്രാർത്ഥന, പാലാരൂപതയിലും സംസ്ഥാനത്താകമാനവും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അറസ്റ്റ് ചെയ്തില്ല, ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തില്ല, ക്യാമറയിൽ പതിഞ്ഞിട്ട് പോലും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരിക്കൽ പോലും പോയില്ല, അതിനെതിരെ പ്രതിഷേധിച്ചില്ല, അതിനെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരിക്കലും അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, ഈ ഈരാറ്റുപേട്ടയിൽ തന്നെ ഒരു റവന്യൂ ഭൂമി ഉണ്ടായിരുന്നു. ആ റവന്യൂ ഭൂമിയിൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിൽ IBയുടെ ഓഫീസ് അടക്കം തുടങ്ങണം. കാരണം അവിടെ വലിയ രീതിയിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാവേർ പ്രവർത്തനമായാലും മറ്റു തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിന്റെയും കണ്ണികളും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഭീകര പ്രവർത്തനം നടത്തിയിട്ട് ഈ പറയുന്ന ഈരാറ്റുപേട്ടയിലും അതുപോലെ തന്നെ വാഗമൺ അതിന്റെ ചുറ്റുമുള്ള പല ഭാഗങ്ങളിലും അവർ വന്ന് തമ്പടിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ സ്ഥലം വേണമെന്ന് പോലീസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ ഭൂമി പോലീസിനും IBക്കും കൊടുക്കാതെ വലിയ രീതിയിൽ അതൊരു റവന്യൂ ടവറാക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമവും ശ്രീ ആന്റോ ആന്റണിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആന്റോ ആന്റണിയുടെ ഇതല്ലാണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പറയാനുണ്ടാവും, അവർക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയായിരിക്കും.
ഇത് ഞാൻ സൂചിപ്പിച്ചത്, ഈ വ്യക്തി കുറെ നാളുകളായി SDP-യുടെ പെയ്ഡ് സ്റ്റാഫോ അല്ലെങ്കിൽ അവരുടെ ഒരു 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 എന്താ മാനസപുത്രനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് ആ തരം പ്രവർത്തനത്തിലും യാതൊരു പുതുമയും കാണാൻ പറ്റില്ല. കാരണം ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും SDP-യും CPI-യുമായിട്ട് ഒരുമിച്ച് ഭരിക്കുന്നുണ്ട്. കോൺഗ്രസുമായിട്ടും ഡയറക്റ്റ് ബന്ധമുണ്ട്. ഡയറക്റ്റ് കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഈ കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത്? ഡയറക്റ്റ് ആയിട്ട് SDP-ഐ നടത്തിക്കൊണ്ട് കോൺഗ്രസിന് ചെയ്തില്ലേ? അത് ഞങ്ങളാരുമല്ലല്ലോ പറഞ്ഞത്. അന്ന് അവിടുത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായി, മൈസൂരിൽ നിന്ന് തോറ്റ ഒരു നേതാവുണ്ടല്ലോ, M. ലക്ഷ്മണ, അദ്ദേഹം പരസ്യമായി ചാനലുകളോടൊപ്പം പറഞ്ഞില്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് SDP-ഐ ഈ പറയുന്ന മൈസൂർ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ പല സ്ഥലത്ത് നിന്നും പിന്മാറിയത്, അങ്ങനെയാണ് അവർ ജയിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് കടപ്പാടുണ്ട് എന്ന് പരസ്യമായി അന്നത്തെ കന്നഡ ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ രഹസ്യമായിട്ട് അവിടുത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കളും സംസാരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ തിരഞ്ഞെടുപ്പിൽ, മറ്റേ അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ SDP-യും കോൺഗ്രസും കൂടി ചേർന്നാണ് മത്സരിച്ചത്. അപ്പൊ ഈ രാജ്യത്ത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് കോൺഗ്രസ് 10 വോട്ടിന് വേണ്ടി ചെയ്തത്. പക്ഷേ നമുക്കറിയാം, വയനാട് മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചപ്പോൾ അന്ന് രാജ്യത്താകമാനം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനെ എന്തെങ്കിലും മോശമായി അല്ലെങ്കിൽ അത് ഒരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ കൊടി മാറ്റിവെച്ചു. എങ്കിലും SDP-യുമായി മറ്റെല്ലാ ദിക്കിലും എന്ന പോലെ ഈ കേരളത്തിലും CPM-ഉം കോൺഗ്രസും ആന്റണിയും ലക്ഷ്മണയും സിദ്ധരാമയ്യയും അടക്കം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്നവർക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്ന പാപ്പരത്വവും അതിൽ നിന്ന് ഒരു SDP-ഐ മുസ്ലിം വോട്ടുകൾ നേടിയെടുക്കുവാൻ അവർ നിരന്തരമായി ഇത്തരം തീവ്രവാദ ശക്തികളുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോൺഗ്രസ് ഇവരുടെ അടിമകളായി മാറിയിരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെങ്കിലും വലിയ രീതിയിൽ ഇവിടുത്തെ മത തീവ്രവാദ ശക്തികളെ എതിർക്കുകയും മതേതര ശക്തിയാണെന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച പോലീസ് ഓഫീസർ നിരന്തരം പറഞ്ഞിരുന്നത്, ഈ മകനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് മർദ്ദിക്കുമ്പോൾ മാഷ് എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴും അവസാനം പറയേണ്ടി വന്നത്, നിന്റെ പെങ്ങളെയായിരിക്കും ഇനി ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക, അവളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കില്ല, നിന്റെ മുൻപിൽ നഗ്നയായി നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുകയും അദ്ദേഹത്തെ നിരന്തരമായി മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് അത് അവിടെ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നതൊക്കെ. അതിനുശേഷമുള്ള മർദ്ദന മുറകളും നമ്മൾ കണ്ടു. അന്ന് ആരായിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആരായിരുന്നു ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ പിന്തുണയല്ലേ ഇതൊക്കെ നടന്നത്. ഇപ്പോഴും നമുക്കറിയാം, നിർമ്മല കോളേജിൽ അവിടെ എങ്ങനെയാണ് അതും ന്യൂനപക്ഷമല്ലേ, ആ ന്യൂനപക്ഷത്തിന്റെ കോളേജുകളിൽ തങ്ങൾക്ക് നിസ്കരിക്കാനുള്ള മുറി വേണമെന്നും അങ്ങനെ ഒരു 10 ദിവസം നിസ്കരിച്ചാൽ അതെങ്ങനെയാണ് വഖഫ് ഭൂമിയാകുക എന്നുള്ളതുള്ള ചരിത്രം നമുക്കറിയാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ തീവ്രവാദ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇതിന് താല്പര്യമുള്ളത്. മറ്റവർക്ക് അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ ആ വിഭാഗത്തിനെ പോലും ഭയന്നുകൊണ്ട് അവരുടെ വോട്ടിനു വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, അത് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളോട് 1965 മുതൽ ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് അടിമകളായി നിന്നതെന്നുള്ളതും ഇപ്പോഴെങ്ങനെയാണ് ഡയറക്റ്റ് തീവ്രവാദികളുടെ മുന്നിൽ ഇവർ മുട്ടുകുത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് നിരന്തരം വരുന്നത്. അതുകൊണ്ട് ആന്റണി എന്നുള്ളത് ഒരു പ്രതീകം മാത്രമാണ്. അത് ആദ്യത്തെയോ അവസാനത്തെയോ ഒരു വ്യക്തിയോ സംഭവമോ അല്ല. ഇത് കാണുന്നത് കോൺഗ്രസിന്റെ DNA-യിൽ, കോൺഗ്രസിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെയും അതുപോലെ തന്നെ കുന്തിരിക്കവും അവിലും മലരും സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച സംഘടനയുടെ ഒക്കെ DNA, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും DNA, ഇതിലൊക്കെ ഈ തീവ്രവാദമുണ്ട്. ആ തീവ്രവാദത്തിനാണ് ഇവിടെ LDF-ഉം അതുപോലെ തന്നെ UDF-ഉം ഈ നിലമ്പൂർ വെച്ചിട്ട് റെഡ് കാർപ്പറ്റ് വിരിച്ചുകൊണ്ട് അവരെ, ഈ തീവ്രവാദ പ്രവർത്തകരെ, അല്ലെങ്കിൽ ഈ കേരളം ഇതുവരെ ഭയന്നിരുന്ന, കേരളം ഇതുവരെ മാറ്റി നിർത്തിയിരുന്ന ഈ തീവ്രവാദ ശക്തികളെ മതേതര കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച് ഇവർ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ രൂക്ഷമായ ഗതികേടാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. ഒരു സംശയവുമില്ല, അതിനെ ശ്രീ ആന്റണിയും ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്നത് മാത്രമാണ് സത്യം.